Hello students, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ട ലെമ്മയായിരുന്നു ഓപ്പൺ യൂണിറ്റ് ബോർഡ് ലെമ്മ. റിസൾട്ട് ഇതായിരുന്നു എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ടി ഫ്രം എ ബെനാക് സ്പേസ് എക്സ് ഓൺ ടു എ ബെനാക് സ്പേസ് വൈ ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ദ ഇമേജ് ടി ഓഫ് ബി നോട്ട് ഓഫ് ദ ഓപ്പൺ യൂണിറ്റ് ബോർഡ് ബി നോട്ട് belongs to a subset of x. B naught subset of x contains an open board about 0 belongs to capital Y. ഇതായിരുന്നു ലെമ്മ. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. 3 സ്റ്റെപ്പായിട്ട് നമ്മൾ അതിൻ്റെ പ്രൂഫ് കണ്ടതാണ്. സോ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത തിയറം, പ്രധാനപ്പെട്ട തിയറം, ഓപ്പൺ മാപ്പിംഗ് തിയറവും ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറവും. സോ ഫസ്റ്റ് വി കൺസിഡർ ഓപ്പൺ മാപ്പിംഗ് തിയറം. A bounded linear operator T from a Banach space X onto a Banach space Y is an open mapping. അതാണ് ഓപ്പൺ മാപ്പിംഗ് തിയറം. എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ T from a Banach space X onto a Banach space Y is an open mapping. സോ അവിടം വരെയാണ് ഓപ്പൺ മാപ്പിംഗ് തിയറം. ഓപ്പൺ മാപ്പിംഗ് തിയറമാണ് ചോദിക്കുന്നതെങ്കിൽ ഇത്രയുമാണ് ഓപ്പൺ മാപ്പിംഗ് തിയറം പറയുന്നത്. എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ T from a Banach space X onto a Banach space Y is an open mapping. അപ്പോൾ അത് ഓപ്പൺ മാപ്പിംഗ് തിയറം. ഇനി ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറം ഇതാണ് പറയുക. T is a bounded linear operator from a Banach space X onto a Banach space Y. If T is bijective, then T inverse is continuous and thus bounded. ഇതാണ് ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറം. ഇപ്പോൾ ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറമാണ് ചോദിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. If T is a bounded linear operator from a Banach space X onto a Banach space Y. If T is bijective, then T inverse is continuous and T inverse is bounded. If T is bijective, then T inverse is continuous and T inverse is bounded. ഇതാണ് ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറം. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ നമുക്ക് ആദ്യം ഓപ്പൺ മാപ്പിംഗ് തിയറത്തിൻ്റെ പ്രൂഫ് പറയാം. ഓപ്പൺ മാപ്പിംഗ് തിയറി ഇതായിരുന്നു. എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ T ഫ്രം എ Banach സ്പേസ് എക്സ് ഓൺ ടു എ Banach സ്പേസ് വൈ ഈസ് ആൻ ഓപ്പൺ മാപ്പിംഗ്. ഇപ്പോൾ എക്സും വൈയും രണ്ട് Banach സ്പേസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓൺ ടു മാപ്പിംഗ് ആണ്. T എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ T എന്ന് പറയുന്ന മാപ്പിങ്ങും ഓപ്പൺ മാപ്പിംഗ് ആയിരിക്കും എന്നാണ് പറയുക. അതാണ് ഓപ്പൺ മാപ്പിംഗ് തിയറം പറയുക. ഓക്കെ. സോ നമുക്കറിയാം, നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് T എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും, എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് T ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ വൈ ആയിരിക്കും. ദാറ്റ് ഇസ് ബൈ ഡെഫിനിഷൻ. ഓപ്പൺ മാപ്പിങ്ങിൻ്റെ കണ്ടീഷൻ അതാണ്. ഫോർ എവരി ഓപ്പൺ സെറ്റ് എ ക്യാപിറ്റൽ എ ഇൻ എക്സ് ദി ഇമേജ് സെറ്റ് T ഓഫ് എ ഈസ് ഓപ്പൺ ഇൻ വൈ. അപ്പോൾ അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എ എന്ന് പറയുന്ന ഒരു ആർബിട്രറി ഓപ്പൺ സെറ്റ് ക്യാപിറ്റൽ എക്സിൽ ചൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് കാണിക്കേണ്ടത് T ഓഫ് എ എന്ന് പറയുന്ന ഇമേജ് സെറ്റ് ഓപ്പൺ ഇൻ വൈ ആണെന്ന് കാണിക്കണം. T ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ വൈ ആണെന്ന് കാണിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. T ഓഫ് എ എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ ഇൻ വൈ ആണെന്ന് കാണിക്കണം. ദാറ്റ് മീൻസ് T ഓഫ് എ ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, T ഓഫ് എ ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ T ഓഫ് എയിലെ എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയാൽ മതി. T ഓഫ് എ എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ T ഓഫ് എയിലെ എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻറ്റ്, T ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയാൽ മതി. ദാറ്റ് ഇസ് എ കണ്ടീഷൻ. ഓപ്പൺ സെറ്റിൻ്റെ കണ്ടീഷൻ ആണ്. ഓക്കെ. സോ ദിസ് വിൽ പ്രൂവ് ബൈ ഷോയിങ് ദാറ്റ് ഫോർ ഓൾ വൈ ഈക്വൽ ടു ടി എക്സ്, ടി ഓഫ് എയിലെ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ടി ഓഫ് എയിലെ ഒരു എലമെൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് സം ടി എക്സ് ആയിരിക്കും, വേർ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ടി ഓഫ് എയിലെ ഒരു എലമെൻറ്റിൻ്റെ ഫോം സം ടി എക്സ്. ഓക്കെ. വൈ ഈക്വൽ ടു സം ടി എക്സ് ബിലോങ്സ് ടു ടി ഓഫ് എ. ദാറ്റ് ഈസ് ദ സെറ്റ് ടി ഓഫ് എ കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോർഡ് എബൌട്ട് വൈ ഈക്വൽ ടു ടി എക്സ്. ഞാൻ പറഞ്ഞു ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ ടി ഓഫ് എയിലെ എല്ലാ പോയിൻറ്റ്സും ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് കാണിച്ചാൽ മതി. ടി ഓഫ് എയിലെ എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആയാൽ മതി. ദാറ്റ് മീൻസ് ടി ഓഫ് എയിലെ ഒരു ആർബിട്രറി പോയിൻ്റാണ് ടി എക്സ് എന്ന് പറയുന്നത്, അല്ലെ വൈ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈ ആർബിട്രറി പോയിന്റ് ടി എക്സ് എന്ന് പറയുന്നത്, അല്ലെ വൈ എന്ന് പറയുന്ന ഈ ആർബിട്രറി പോയിന്റ് ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് കാണിച്ചാൽ മതി. സോ ഈ വൈ എന്ന് പറയുന്ന പോയിന്റ്, അല്ലെങ്കിൽ ടി എക്സ് എന്ന് പറയുന്ന പോയിന്റ് ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആകണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എ കണ്ടീഷൻ? ഈ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ ടി ഓഫ് എക്കകത്തുണ്ടായാൽ മതി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സെറ്റ് ടി ഓഫ് എ കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ എബൌട്ട് വൈ ഈക്വൽ ടു ടി എക്സ്. അതാണ് വൈ ഇൻറ്റീരിയർ പോയിന്റ് ആകാനുള്ള കണ്ടീഷൻ, അല്ലെ ടി എക്സ് ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആകാനുള്ള കണ്ടീഷൻ. ടി ഓഫ് എക്സിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ബോൾ എനിക്ക് ടി ഓഫ് എയിൽ പറയാൻ പറ്റണം, ടി ഓഫ് എയിൽ വരയ്ക്കാൻ പറ്റണം. ദാറ്റ് ഇസ് ഇൻറ്റീരിയർ പോയിന്റ് കണ്ടീഷൻ. ക്ലിയർ ആണല്ലോ? ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്കിതാണ് കാണിക്കേണ്ടത്. ടി എക്സിനെ അല്ലെങ്കിൽ വൈയെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ബോൾ ടി ഓഫ് എക്കകത്തുണ്ടെന്ന് കാണിച്ചാൽ മതി ഇൻറ്റീരിയർ പോയിന്റ് ആകാൻ. വൈ അല്ലെങ്കിൽ ടി എക്സ് ഇൻറ്റീരിയർ പോയിന്റ് ആകാനുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇതൊരു ആർബിട്രറി പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആർബിട്രറി പോയിന്റ് ടി ഓഫ് എയിൽ ഒരു ആർബിട്രറി പോയിന്റ് ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണെങ്കിൽ നമുക്ക് പറയാം ടി ഓഫ് എയിലെ എല്ലാ പോയിൻറ്റ്സും ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആകും. അതുകൊണ്ട് തന്നെ ടി ഓഫ് എ എല്ലാ പോയിൻറ്റ്സും ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആയ ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റായിട്ട് മാറി.
ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് അങ്ങനെയാണ് നമ്മൾ പ്രൂഫ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ഈ പോയിന്റിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ബോൾ ടി ഓഫ് എയിൽ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. സിൻസ് എ ഈസ് ഓപ്പൺ ആൻഡ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ എബൌട്ട് എക്സ്. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് എയിൽ ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞാണ്. എ എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റാണ്. ഓൾറെഡി നമ്മൾ എ എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ എയിലെ എല്ലാ പോയിന്റ്സും എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് എക്സ് എന്ന് പറയുന്നത് എയിൽ ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്നത് എയുടെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണ്. സോ എക്സ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് കണ്ടീഷൻ? ഇൻറ്റീരിയർ പോയിന്റ് ആണ്. കണ്ടീഷൻ എന്തായിരുന്നു? എക്സിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് എനിക്കൊരു ഓപ്പൺ ബോൾ പറയാൻ പറ്റും വിച്ച് ലൈസ് ഇൻ എ. എയ്ക്കകത്ത് എക്സിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ബോൾ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ഇൻറ്റീരിയർ പോയിന്റ് കണ്ടീഷൻ. ഓക്കെ, അതാണ് പറഞ്ഞത്. സിൻസ് എ ഈസ് ഓപ്പൺ ആൻഡ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ എബൌട്ട് എക്സ് വിത്ത് സെൻറ്റർ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി അങ്ങനെ ഒരു ഓപ്പൺ ബോൾ ഉണ്ട്. എക്സിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ബോൾ എയിലുണ്ടെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ മൈനസ് എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കെന്ത് പറയാം? എ മൈനസ് എക്സ് കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0. എ കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ എക്സ് എന്ന് കിട്ടി. ദെൻ എ മൈനസ് എക്സ് കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ എന്തായി പോകും? വിത്ത് സെൻറ്റർ 0. ക്ലിയർ ആണല്ലോ. വിത്ത് സെൻറ്റർ 0. ലെറ്റ് ദ റേഡിയസ് ഓഫ് ദാറ്റ് ഓപ്പൺ ബോൾ ബി ആർ. ആ ഓപ്പൺ ബോൾ, അതായത് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് എ മൈനസ് എക്സ് കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഓപ്പൺ ബോളിന്, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സെൻറ്റർ 0 ആയിട്ടുള്ള ഓപ്പൺ ബോളിൻ്റെ റേഡിയസിനെ ആർ എന്ന് വിളിക്കുക, ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് സെറ്റ് കെ ഈസ് ഈക്വൽ ടു 1/r. ദെൻ കെ ആർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദെൻ കെ ആർ ഈക്വൽ ടു 1. ദെൻ നെക്സ്റ്റ് വി കൺസിഡർ കെ ഇൻറ്റു എ മൈനസ് എക്സ്. കെ ഇൻറ്റു എ മൈനസ് എക്സ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എ മൈനസ് എക്സ് എന്ന് പറയുന്നത് എ മൈനസ് എക്സ് കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് ആർ. എ മൈനസ് എക്സ് കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് ആർ. അങ്ങനെയാണെങ്കിൽ കെ ഇൻറ്റു എ മൈനസ് എക്സിനെ പറ്റി നമുക്ക് എന്ത് പറയാം? കെ ഇൻറ്റു എ മൈനസ് എക്സ് കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ എന്ത് തന്നെയാണ്? വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് എന്തായിട്ട് മാറും? റേഡിയസ് കെ ഇൻറ്റു ആർ ആയിട്ട് മാറും. റേഡിയസ് കെ ഇൻറ്റു ആർ. ക്ലിയർ ആണല്ലോ. റേഡിയസ് കെ ഇൻറ്റു ആർ. ഓക്കെ, കെ ഇൻറ്റു ആർ ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത്. കെ ഇൻറ്റു ആർ എന്താണെന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്? കെ ഇൻറ്റു ആർ 1 ആണ്. ദാറ്റ് മീൻസ് കെ ഇൻറ്റു എ മൈനസ് എക്സ് കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 1. ക്ലിയർ ആണല്ലോ. വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 1. റേഡിയസ് കെ ആർ വിച്ച് ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് കെ ഇൻറ്റു എ മൈനസ് എക്സ് കണ്ടെയ്ൻസ് ദ ഓപ്പൺ യൂണിറ്റ് ബോൾ. സെൻറ്റർ 0 റേഡിയസ് 1. ദാറ്റ് ഇസ് ഓപ്പൺ യൂണിറ്റ് ബോൾ ബി നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ബി ഓഫ് 0 1. ഇപ്പോൾ കെ ഇൻറ്റു എ മൈനസ് എക്സ് ബി നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ റിസൾട്ട് അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പൺ യൂണിറ്റ് ബോൾ ലെമ്മ പറയുന്നതായിരുന്നു. ടി എന്ന് പറയുന്നത് ഓപ്പൺ യൂണിറ്റ് ബോൾ ലെമ്മ എന്തായിരുന്നു പറയുക? ഓപ്പൺ യൂണിറ്റ് ബോൾ ലെമ്മ പറയുന്നത് എന്തായിരുന്നു? എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ടി ഫ്രം എ ബെനാക് സ്പേസ് ഓൺ ടു എ ബെനാക് സ്പേസ് വൈ ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ദ ഇമേജ് ടി ഓഫ് ബി നോട്ട് where B naught is the open unit ball contains an open ball about 0 in y. അതായത് ഈ ഇമേജ് സെറ്റ് ഓപ്പൺ യൂണിറ്റ് ബോളിൻ്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ബോളിനെ കണ്ടെയ്ൻ ചെയ്യും വിത്ത് സെൻറ്റർ 0. സെൻറ്റർ 0 ആയിട്ടുള്ള ഒരു ഓപ്പൺ ബോളിനെ ഈ ടി ഓഫ് ബി നോട്ട് കണ്ടെയ്ൻ ചെയ്യും. ക്ലിയർ ആണല്ലോ. ഇൻ ക്യാപിറ്റൽ വൈ. ക്ലിയർ ആണല്ലോ. അതാണ് റിസൾട്ട് ഓപ്പൺ യൂണിറ്റ് ബോൾ ലെമ്മ പറയും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ടി ഓഫ് ബി നോട്ട് എന്ന് പറയുന്നത് ഓപ്പൺ യൂണിറ്റ് ബോൾ ആണ്. സോറി, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കെ ഇൻറ്റു എ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ യൂണിറ്റ് ബോൾ ബി നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. കെ ഇൻറ്റു എ മൈനസ് എക്സ് എന്ന് പറയുന്ന ഓപ്പൺ യൂണിറ്റ് ബോൾ ബി നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് കെ ഇൻറ്റു എ മൈനസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ റിസൾട്ട് അനുസരിച്ച് ദാറ്റ് കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0. ക്ലിയർ ആണല്ലോ. ടി ഓഫ് കെ ഇൻറ്റു എ മൈനസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇമേജ് സെറ്റ് ടി ഓഫ് കെ ഇൻറ്റു എ മൈനസ് എക്സ് കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ that implies k into t of a minus t of k into a minus x is k into t of a minus tx that contains an open ball with the center 0. That implies ta minus tx contains an open ball with the center 0. That implies ta contains an open ball with the center tx equal to y. Ta contains an open ball with the center tx which is equal to y. That is ta contains an open ball with the center y. That implies ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
ടി എ കണ്ടെയ്ൻസ് ആൻ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ വൈ ഈക്വൽ ടു ടി എക്സ് നേടി. അപ്പോൾ അതല്ലാതെ നമുക്ക് വേണ്ടത്. ദാറ്റ് മീൻസ് വൈ ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ടി ഓഫ് എ. അപ്പോൾ വൈ ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന്. അപ്പോൾ വൈ എന്ന് പറയുന്നത് ടി ഓഫ് എയിൽ ആർബിട്രറി പോയിന്റ് ആയിരുന്നു, അത് ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് ടി ഓഫ് എയിലെ എല്ലാ പോയിന്റ്സും ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് കിട്ടി. ദെർഫോർ ടി ഓഫ് എ ഈസ് ഓപ്പൺ. ക്ലിയർ ആണല്ലോ. സോ വൈ ഈസ് സിൻസ് വൈ ഈസ് ആൻ ആർബിട്രറി പോയിന്റ് ഇൻ ടി ഓഫ് എ, സിൻസ് വൈ ഈസ് ആൻ ആർബിട്രറി പോയിന്റ് ഇൻ ടി ഓഫ് എ, since y is an arbitrary point in t of a, we get t of a is open. Reason clear ആണല്ലോ. എല്ലാ പോയിന്റ്സും ടി ഓഫ് എയിലെ എല്ലാ പോയിന്റും ടി ഓഫ് എയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് ടി ഈസ് ആൻ ഓപ്പൺ മാപ്പിംഗ് സിൻസ് എ ഈസ് ആൻ ആർബിട്രറി ഓപ്പൺ സെറ്റ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ആർബിട്രറി ഓപ്പൺ സെറ്റ് ആയിരുന്നു ക്യാപിറ്റൽ എക്സിലെ. അതിൻ്റെ ഇമേജ് സെറ്റ് ഓപ്പൺ ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ വൈ ആയിരിക്കും. Therefore we get T is an open mapping. Clear ആണല്ലോ. ഓക്കെ. സോ നെക്സ്റ്റ് വി കൺസിഡർ ബൗണ്ടറി ഇൻവേഴ്സ് തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ബൗണ്ടറി ഇൻവേഴ്സ് തിയറം എന്തായിരുന്നു? ഇഫ് ടി ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എ ബനാക് സ്പേസ് എക്സ് ഓൺ ടു എ ബനാക് സ്പേസ് വൈ, ടി ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എ ബനാക് സ്പേസ് എക്സ് ഓൺ ടു എ ബനാക് സ്പേസ് വൈ, ഇഫ് ടി ഈസ് ബൈജക്റ്റീവ് ദെൻ റിസൾട്ട് പറയുന്നതാണ് ദെൻ ടി ഇൻവേഴ്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ടി ഇൻവേഴ്സ് ഈസ് ബൗണ്ടഡ്. അതാണ് ബൗണ്ടറി ഇൻവേഴ്സ് തിയറം പറയുക. ടി ഇൻവേഴ്സ് കണ്ടിന്യൂസും ടി ഇൻവേഴ്സ് ബൗണ്ടഡും ആയിരിക്കും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് ബൗണ്ടറി ഇൻവേഴ്സ് തിയറം പറയുക. ഇവിടെ ടി ബൈജക്റ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് ടി 1 ആണെങ്കിൽ ടി എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള മാപ്പിംഗ് ആണ്. ടി ബൈജക്റ്റീവ് ആണെങ്കിൽ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും ടി ഇൻവേഴ്സ്? ടി ബൈജക്റ്റീവ് ആണെങ്കിൽ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുക? വൈയിൽ നിന്നും എക്സിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. അപ്പോൾ ടി ബൈജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടി ഇൻവേഴ്സ് മാപ്പ് ചെയ്യുന്നു, ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, ടി ഇൻവേഴ്സ് മാപ്പ് ചെയ്യുന്നു വൈയിൽ നിന്നും എക്സിലേക്കായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ റിസൾട്ട് കണ്ടാണ് ഒരു കണ്ടിന്യൂറ്റിയുടെ ക്രൈറ്റീരിയൻ നമ്മൾ പഠിച്ചതാണ്. ഒരു ഫംഗ്ഷൻ ഒരു മാപ്പിങ് കണ്ടിന്യൂസ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രൈറ്റീരിയൻ പഠിച്ചാണ്. ദാറ്റ് ഈസ് ടി ഫ്രം എക്സ് ടു വൈ ഈസ് കണ്ടിന്യൂസ് if and only for every open set in y its inverse image is open in x. നമ്മൾ പഠിച്ച ക്രൈറ്റീരിയൻ പഠിച്ചാണ്, കണ്ടിന്യൂറ്റിയുടെ ക്രൈറ്റീരിയൻ പഠിച്ചാണ്. ദാറ്റ് ഈസ് എ മാപ്പിംഗ് ടി ഫ്രം എക്സ് ടു വൈ ഈസ് കണ്ടിന്യൂസ് if and only for every open set in capital Y its inverse image is open in capital X ആയാൽ മതി. ക്ലിയർ ആണല്ലോ. അതായിരുന്നു കണ്ടിന്യൂറ്റിയുടെ ക്രൈറ്റീരിയൻ. ഇവിടെ ടി എന്ന് പറയുന്നത് ഓപ്പൺ മാപ്പിംഗ് ആണെന്ന് കിട്ടി. കാരണം ടി എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് അനുസരിച്ച് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള എക്സ് വൈ ബനാക് സ്പേസ് ആണ് ഓൺ ടു മാപ്പിംഗ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഓപ്പൺ മാപ്പിംഗ് തിയറത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഈ മാപ്പിംഗ് ഓപ്പൺ മാപ്പിംഗ് ആണെന്ന് കിട്ടി. ടി എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ബനാക് സ്പേസ് വൈയിലേക്കുള്ള ഓൺ ടു മാപ്പിംഗ് ആണെങ്കിൽ ബൈ യൂസിങ് ദ ഓപ്പൺ മാപ്പിംഗ് തിയറം നമുക്ക് എന്ത് കിട്ടി? ഈ മാപ്പിംഗ് ഒരു ഓപ്പൺ മാപ്പിംഗ് ആണ്. ടി എന്ന് പറയുന്നത് ഓപ്പൺ മാപ്പിംഗ് ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ടി ഈസ് ആൻ ഓപ്പൺ മാപ്പിംഗ്. ഇനി ടി ഓപ്പൺ മാപ്പിംഗ് ആണെങ്കിൽ വാട്ട് ഈസ് കണ്ടീഷൻ? ക്യാപിറ്റൽ എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇമേജ് സെറ്റ് ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ വൈ ആയിരിക്കും. ദാറ്റ്സ് ഓപ്പൺ മാപ്പിംഗ് കണ്ടീഷൻ. ഫോർ എവറി ഓപ്പൺ സെറ്റ് ഇൻ എ ഇൻ എക്സ് ഇറ്റ്സ് ഇമേജ് ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പണിംഗ് എക്സ് ആയിരിക്കും. ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പണിംഗ് വൈ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ. ടി ഓഫ് എ ഈസ് ഓപ്പൺ ഇൻ വൈ ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ടി ഇൻവേഴ്സാണ്. ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടി. ടി ഇൻവേഴ്സ് ബൗണ്ടറി ഇൻവേഴ്സ് എടുത്ത് നമുക്ക് വേണ്ടത് ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന് വേണം. ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് വേണ്ടത് ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന്. ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടിന്യൂറ്റിയുടെ ക്രൈറ്റീരിയൻ അനുസരിച്ച് ക്യാപിറ്റൽ എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ ഈ ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണ് കണ്ടീഷനാണ്. ദാറ്റ് ഈസ് ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്ന് പറഞ്ഞാൽ ടി ഇൻവേഴ്സ് ഓഫ് എ ആകും. ടി ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ്. സോ ടി ഇൻവേഴ്സ് ഓഫ് എ ദാറ്റ് ഈസ് എന്തിനു വരും? ടി ഓഫ് എ. അതായത് ക്യാപിറ്റൽ എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജായ ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ വൈ ആയിരിക്കണം. അതാണ് ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആകാനുള്ള ക്രൈറ്റീരിയൻ. ക്ലിയർ ആണല്ലോ. അതായത് ക്യാപിറ്റൽ എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജായ ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ വൈ ആയിരിക്കണം. അത് ഓൾറെഡി നമുക്കിവിടെ കിട്ടുന്നില്ലേ? ക്യാപിറ്റൽ എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ വൈ ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു കണ്ടീഷന് കിട്ടുന്നുണ്ട്. കാരണം ടി ഓപ്പൺ മാപ്പിംഗ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ മാപ്പിൻ്റെ കണ്ടീഷനിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിവിടെ ക്ലിയർ ആണല്ലോ.
ടി ഓപ്പൺ മാപ്പിംഗ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടി ഓപ്പൺ മാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പണിംഗ് വൈ ആണെന്ന് ഓപ്പൺ മാപ്പിങ്ങിൻ്റെ കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്നതാണ്. ടി ഓപ്പൺ മാപ്പിംഗ് ആണെന്ന് പറഞ്ഞാണ് കിട്ടിയതാണ്. അപ്പോൾ ആ കണ്ടീഷനിൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഈ കണ്ടീഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ക്യാപിറ്റൽ എക്സിൽ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും ടി ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പണിംഗ് വൈ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി അല്ലേ? ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ടി ഇൻവേഴ്സിൻ്റെ കേസിൽ കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ ഓപ്പൺ ആണെന്നുള്ള കണ്ടീഷൻ നമ്മൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ മാപ്പിംഗ് ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. റീസൺ ക്ലിയർ ആണല്ലോ? ടി ഓപ്പൺ ആണെന്നുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ബ്രാക്കറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇനി ടി ലീനിയർ ആയിരുന്നു. ഒരു ലീനിയർ മാപ്പിങ്ങിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലീനിയർ ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ടി ഇൻവേഴ്സ് എന്തായിരിക്കും? ലീനിയർ ആയി. നമുക്ക് എന്ത് കിട്ടി? ടി ഇൻവേഴ്സ് ലീനിയർ ആണെന്ന് കിട്ടി. ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു റിസൾട്ട് പഠിക്കുന്നുണ്ട്. ടി ഇൻവേഴ്സ് ഫോർ എ ലീനിയർ ഓപ്പറേറ്റർ ടി ഈസ് ബൗണ്ടഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ഈസ് കണ്ടിന്യൂസ്. ഫോർ എ ലീനിയർ ഓപ്പറേറ്റർ ടി ഈസ് ബൗണ്ടഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ഈസ് കണ്ടിന്യൂസ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടി. ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന് ഇപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ലീനിയർ ആണ്, ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റിസൾട്ട്, ഈ ലീനിയർ ഓപ്പറേറ്ററിൻ്റെ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ടി ഇൻവേഴ്സ് ബൗണ്ടഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ടി ഇൻവേഴ്സ് ലീനിയർ ആണെന്ന് കിട്ടി, ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. സോ കണ്ടിന്യൂറ്റിയുടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റിസൾട്ട്, ദാറ്റ് ഈസ് ഫോർ എ ലീനിയർ ഓപ്പറേറ്റർ ടി ഈസ് ബൗണ്ടഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ഈസ് കണ്ടിന്യൂസ് എന്നുള്ള റിസൾട്ട് ടി ഇൻവേഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ടി ഇൻവേഴ്സ് ബൗണ്ടഡ് ആയിരിക്കും. കാരണം ഓൾറെഡി ടി ഇൻവേഴ്സ് ലീനിയർ ആണ്, ടി ഇൻവേഴ്സ് കണ്ടിന്യൂസുമാണ്. സോ ടി ഇൻവേഴ്സ് എന്ത് പറയാം? ടി ഇൻവേഴ്സ് ബൗണ്ടഡ് ആയിരിക്കും എന്ന് പറയാം. സോ അപ്പോൾ ടി ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി, ടി ഇൻവേഴ്സ് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. അപ്പോൾ അതായിരുന്നു ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറം പറയുക. അപ്പോൾ നമ്മൾ ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ റിസൾട്ട് കംപ്ലീറ്റ് പറയേണ്ടി വരും. ആ ഓപ്പൺ യൂണിറ്റ് ബോൾ ലെമ്മ അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ വേണം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ എഴുതാനായിട്ട്. എസ്ഐ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ലെമ്മ 3 സ്റ്റെപ്പ് ഉൾപ്പെടെ പഠിച്ചു വെക്കേണ്ടതാണ്. ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഓപ്പൺ യൂണിറ്റ് ബോൾ അല്ലെങ്കിൽ ബൗണ്ടറി ഓപ്പൺ മാപ്പിംഗ് തിയറം അല്ലെങ്കിൽ ബൗണ്ടറി ഇൻവേഴ്സ് തിയറം. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ ആ ലെമ്മ തന്നെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലെമ്മ കൃത്യമായിട്ട് എഴുതി കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ മൊഡ്യൂളിൽ എസ്ഐക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് ഇത് രണ്ടും, ഓപ്പൺ മാപ്പിംഗ് തിയറവും ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറവും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ പഠിച്ച് പ്രൂഫ് ഉൾപ്പെടെ പഠിച്ചു വെക്കുക.